കാത്തിരുന്ന് ഞങ്ങൾ ചൈൽഡ് ഹെൽത്തിൻ്റെ എക്സിബിഷൻ എത്തിട്ടോ. എക്സിബിഷൻ്റെ കാര്യം മുന്നേ പറഞ്ഞെങ്കിൽ കൂടി ഞങ്ങളൊന്നും മോഡൽസ് ഒന്നും കാര്യമായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ എക്സിബിഷൻ്റെ 2 ദിവസം മുന്നെയാണ് ഓടിപ്പാഞ്ഞ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഒപ്പിച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയത്. അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തത്. അപ്പം രാവിലെ സംഭവം എല്ലാവരും സെറ്റായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ടായിരുന്നു. എക്സിബിഷൻ എന്ന് പറയുമ്പോൾ മോഡൽ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ട. അതിപ്പം ജൂനിയേഴ്സിനാണെങ്കിലും ഫാക്കൽറ്റീസിനാണെങ്കിലും നമ്മൾ വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണം. ഒരു ജഡ്ജസ് എന്ന നിലയിൽ ഫാക്കൽറ്റീസ് തന്നെയാണ് വന്നിരുന്നത്. രാവിലെ മുതൽ ഉച്ച വരെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുൾ ആൾക്കാരും ബഹളങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ഞങ്ങൾക്ക് വൈവേ സെക്ഷനാണ്. അപ്പം വൈവേ നല്ല വൃത്തിക്ക് അറ്റൻഡ് ഒക്കെ ചെയ്തു. കുറേ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ എക്സിബിഷനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു. അപ്പോൾ ജൂനിയേഴ്സിനാണെങ്കിൽ കൂടി ഫാക്കൽറ്റീസിനാണെങ്കിലും എല്ലാവർക്കും നല്ല വൃത്തിക്ക് ചെയ്തു എന്നും നല്ല പോസിറ്റീവ് അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ഉള്ളത്. പിന്നെ പറഞ്ഞ് ഞങ്ങൾ കുറേ ബോറടിച്ച്, കാരണം കുറച്ച് ആൾക്കാരായിട്ടാണ് ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫുൾ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ ബോറടിക്കാനും തുടങ്ങി, വായി കടയാനും തുടങ്ങി. അപ്പം അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അല്ലാണ്ട് സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ഡിഫറെൻറ്റ് ടൈപ്സാണ് ചെയ്തത്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ എക്സിബിഷൻ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.